എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ നോർവേയുടെ കാഴ്ചകളാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപ് നോർവേയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഇന്ന് ഞങ്ങൾ നോർവേയിൽ കാണാൻ പോകുന്നത് വിജിലൻറ്റ് പാർക്കാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള മനുഷ്യൻ്റെ പ്രതിമകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. They do have arms in the patrol car. The canoes are very historical and different styles. The next street we're coming to is called King Oscar's Street. And maybe many of these buildings are now being refurbished. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർവേയിലെ വിജിലൻറ്റ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഭംഗിയുള്ള ശില്പങ്ങൾ ഒരുപാടുള്ള ഒരു പാർക്കാണിത്. ഗുസ്താവോ വിജിലൻ്റ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെയൊക്കെ ശില്പി. അപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാം. ഇതാണ് വിജിലൻറ്റ് പാർക്കിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ഉള്ളിലേക്ക് കടന്നതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നോർവേയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പാർക്കാണിത്. ഇവിടെ സന്ദർശകർ ഒരുപാട് വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ കാണാനായിട്ട് പറ്റും. ഗ്രാനൈറ്റ്, വെങ്കലം, ഇരുമ്പ് എന്നിവയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ ശില്പങ്ങൾ. ഏകദേശം 200-ലധികം ശില്പങ്ങളാണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞു കേട്ടത്. These sculptures, they were done in the 1920s, 100 years ago, and can you imagine something more surprising? That you have a male, strong male, a man, physically strong, and what is he doing? He is playing with his baby. ഇത്രയും മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ശില്പ പാർക്ക് ഗുസ്താവ് വിജിലാൻഡിൻ്റെ ജീവിത സൃഷ്ടിയാണ്. 1940-1949 കാലഘട്ടത്തിലാണ് ഈ ശില്പങ്ങളെല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ പാർക്ക് ഇവിടെ വ്യാപിച്ച് കിടക്കുന്നത്. അത്രയും വലിയൊരു പാർക്കാണിത്. ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഈ പാർക്ക് സന്ദർശിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അത്രയും ഭംഗിയുള്ള ശില്പങ്ങൾ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. ഓരോ ശില്പങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പലതരത്തിലുള്ള വിചാരങ്ങളെയും നമുക്ക് ഈ ശില്പങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ പ്രതിമ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആംഗ്രി ബോയ് എന്ന് പറയുന്ന പ്രതിമയാണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള കുട്ടിയുടെ ഒരു പ്രതിമയാണിത്. പ്രതിമകളെ കൂടാതെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള റോസാപ്പൂക്കളെ നമുക്കിവിടെ ഈ പാർക്കിൽ കാണാൻ പറ്റി. അത് പല കളറിലുള്ള റോസാപ്പൂക്കളുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള റോസാപ്പൂക്കളാണ് ഇവിടെ കാണാൻ പറ്റിയത്.